ബി പിക്കും കൊളസ്ട്രോളിനും വർഷങ്ങളായിട്ട് രക്തത്തിൻ്റെ കട്ടി കുറയ്ക്കുവാനുള്ള പല രീതിയിലുള്ള മരുന്നുകൾ കഴിക്കുന്ന ധാരാളം പേരെ വിളിക്കാറുണ്ട്. പലർക്കും വിവിധങ്ങളായ ശാരീരിക ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ. പലർക്കും കാലിലേക്ക് രക്തയോട്ടമൊക്കെ കുറഞ്ഞു. ഒത്തിരി പേർക്ക് കിഡ്നിക്ക് അസുഖങ്ങൾ വന്നിട്ടുണ്ട്. എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകാത്ത ഒരു കാര്യം ഇതാണ്. ജീവിതകാലം മുഴുവൻ ഇത്തരം മരുന്നുകൾ കഴിച്ച് നമ്മുടെ പ്രാണവായുവിനെ കൊണ്ടു നടക്കുന്ന രക്തത്തിൻ്റെ കട്ടി കുറയ്ക്കണം എന്ന് പറയുന്നത് എന്ത് അന്യായമാണ്. ഇതിന് മറ്റു മാർഗങ്ങളൊന്നും ആരും അറിയാത്തത് എന്തുകൊണ്ടാണ്? നമ്മുടെ പ്രാണവായുവായ ഓക്സിജനെയും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള എല്ലാ പോഷകങ്ങളെയും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നിരന്തരം എത്തിച്ചുകൊണ്ടിരിക്കുന്ന രക്തത്തിനെ എന്നും മരുന്നുകൾ കഴിച്ച് മുക്കിയാൽ അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ ശരീരത്തിലെ ഓരോ അന്തരാവയവങ്ങൾക്കും ബലക്ഷയം ഉണ്ടാകാൻ തുടങ്ങും. എല്ലാവർക്കും മനസ്സിലാകാൻ പാകത്തിന് എന്തുകൊണ്ടാണ് ശരീരത്തിൽ ബി പി കൂടുന്നത് എന്ന് ഞാനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. നമ്മുടെ മോശമായ ജീവിതശൈലി കൊണ്ട് രക്തക്കൊള്ളുകളുടെ ഉൾഭിത്തിയിൽ അടിഞ്ഞുകൂടുന്ന മെഴുകു പോലുള്ള കൊഴുപ്പാണ് ഈ ബി പി കൂടുന്നതിൻ്റെ വില്ലൻ. ഈ കൊഴുപ്പ് രക്തക്കൊള്ളുകളുടെ ദ്വാരം കുറയ്ക്കുമ്പോൾ ഹൃദയത്തിന് അതിനുള്ളിലൂടെ രക്തത്തിനെ തള്ളിവിടുവാൻ അമിതമായ പ്രഷർ ഉപയോഗിക്കേണ്ടി വരുന്നു. അങ്ങനെ ഹൃദയം രക്തക്കൊള്ളുകൾക്കുള്ളിലൂടെ ബ്ലഡിനെ തള്ളിവിടുവാൻ ഉപയോഗിക്കുന്ന പ്രഷറിനെയാണ് ബി പി എന്ന് പറയുന്നത്. അതിന് തടസ്സങ്ങൾ കൂടുമ്പോൾ ആ ബി പിയുടെ അളവ് കൂടും. അത് കുറേ കൂടി തടസ്സങ്ങളാവുമ്പോൾ അത് ബ്ലോക്കാണെന്ന് പറയും. അതിനാണ് ആളുകൾ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്യുന്നത്. ഈ അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുവാൻ നാച്ചുറലായിട്ടുള്ള ധാരാളം മാർഗങ്ങളുണ്ട്. അതിൽ ഒരു കാര്യം, നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പുണ്ടാക്കുന്ന കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ധാന്യങ്ങളും കിഴങ്ങുകളും പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങളും പരമാവധി കുറയ്ക്കുകയാണ്. രണ്ടാമത്തേത്, ശരീരത്തിൻ്റെ എല്ലാ മസിലുകളെയും പരമാവധി പണിയെടുപ്പിക്കുക. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, മനുഷ്യനൊഴികെ ഭൂമിയിലെ ഒരു ജീവികളും ശരീരത്തിനെ അധ്വാനിപ്പിക്കാതെ, മസിലുകളെ അധ്വാനിപ്പിക്കാതെ ഭക്ഷണം കഴിക്കുന്നില്ല. മനുഷ്യൻ മാത്രം ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ശരീരത്തിനെ അധ്വാനിപ്പിക്കാതെ മറ്റു മാർഗങ്ങൾ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുകയാണ്. പലർക്കും ഇപ്പോഴും മനസ്സിലായിട്ടില്ല ശരീരത്തിൻ്റെ മസിലുകളെ അധ്വാനിപ്പിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നുള്ളത്. ഞാൻ ഈ പറഞ്ഞ ഭക്ഷണ ക്രമീകരണവും മസിലുകളുടെ അധ്വാനവും കൃത്യമായിട്ട് ചെയ്താൽ ഏതൊരു വ്യക്തിക്കും ബി പിയും കൊളസ്ട്രോളും ഷുഗറുമൊക്കെ അവനവൻ്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപൂർവ ചിലർക്ക് ചിലപ്പോൾ കുറച്ച് മരുന്നൊക്കെ കഴിക്കേണ്ടി വരും. അല്ലാതെ ഇതുപോലെ എല്ലാവരും ഇതിന് ലക്ഷണം കണ്ടു തുടങ്ങിയാൽ എല്ലാവരും ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ മൂഢത്തരമാണ്. ഞാൻ ഈ പറയുന്ന രീതിയിൽ വ്യായാമം ചെയ്തും ഭക്ഷണ ക്രമീകരണം നടത്തിയും ഈ പറഞ്ഞ ബി പിയിൽ നിന്നും കൊളസ്ട്രോളിൽ നിന്നും എല്ലാം രക്ഷപ്പെട്ടിട്ടുള്ളവർ ദയവ് ചെയ്ത് നിങ്ങളുടെ അനുഭവങ്ങൾ ഇതിൽ കമൻറ്റ് ചെയ്യുക. കുറേ പേരുടെയെങ്കിലും ജീവൻ രക്ഷപ്പെട്ടേ. പ്രായം കുറയ്ക്കുവാൻ എല്ലാവർക്കും താല്പര്യമുള്ള ആളുകളാണ്. കാരണം പ്രായം കൂടുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, ആരോഗ്യ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ പ്രായത്തിനെ എങ്ങനെ പുറകിലേക്ക് കൊണ്ടുപോകാം, പലരും നിങ്ങൾക്ക് പല ഐഡിയാസും പറഞ്ഞു തന്നിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു വീഡിയോയിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറേ കാര്യങ്ങൾ കിട്ടാൻ പോവുകയാണ്. ഒപ്പം തന്നെ ലോകത്തിൽ വേൾഡ് റെക്കോർഡുള്ള ഒരു വ്യക്തി, ഒരു പ്രശസ്തനായ ഒരു വ്യക്തിയെ കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഒപ്പം തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ പ്രായം കുറയ്ക്കും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ. 65 വയസ്സായ ഒരു മനുഷ്യനാട്ടോ, ഡോക്ടർ പീറ്റർ ജോസഫ്. അങ്ങനല്ലേ? വേറൊരു കാര്യമുണ്ട്, വേൾഡിൽ വേറെ ഒരാൾക്കും ഉണ്ടെന്ന് തോന്നുന്നില്ല വെയ്റ്റ് ലിഫ്റ്റിങ്ങിലും അതേപോലെ ബോഡി ബിൽഡിങ്ങിലും ഒരേപോലെ വേൾഡ് റെക്കോർഡ് അല്ലേ? വേൾഡ് ഗോൾഡ് മെഡൽ വേറെ ആർക്കും ഉണ്ടാവില്ല. ഞാനും കേട്ടിട്ടില്ല അങ്ങനെ ആൾക്കാർക്ക് ഉണ്ടെന്ന്. നമ്മൾ മനുഷ്യർ ഒരിക്കലും എത്ര പ്രായമായാലും അധ്വാനിച്ചാണ് ഭക്ഷണം കഴിക്കേണ്ടത്. ഒരു മനുഷ്യനൊഴിച്ച് ഭൂമിയിൽ ഒരു ജീവികളും അധ്വാനിക്കാതെ ജീവിതാവസാനം വരെ ഭക്ഷണം കഴിക്കുന്നില്ല. മനുഷ്യൻ മാത്രം ഒരു പ്രായം കഴിഞ്ഞാൽ എല്ലാം ഇന്ന് പ്രായം ആയാലും 20 വയസ്സായാലും ഫിസിക്കൽ അധ്വാനം ഇല്ലാതെയാണ് ഭക്ഷണം കഴിക്കുന്നത്. അതൊരിക്കലും പ്രകൃതി തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ പ്രകൃതി വിരുദ്ധം എന്ന് വേണമെങ്കിൽ അറിയാം. പ്രകൃതിക്ക് എതിരാണത് ശരിക്കും പറഞ്ഞാൽ. അതാണ് ഇന്ന് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ദുരന്തങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ എത്ര കാലം ആരോഗ്യത്തോടെ ജീവിക്കണോ അത്രയും കാലം മസിലുകളെ അധ്വാനിപ്പിച്ച് തന്നെയാണ് ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ജീവിക്കേണ്ടത്. അങ്ങനെ തന്നെയാണ് ജീവിക്കേണ്ടത്. അത് ആ ജീവിത സ്റ്റൈൽ ഇന്നില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞ് അതിന് ഓമന പേര് വിട്ട് അതിന് മരുന്നും കഴിച്ചു നടക്കുന്നത്. നമ്മൾ ലൈഫ് ലോങ് മരുന്നും കഴിച്ച അവസാനം രോഗിയായി മരിക്കണം. അത് മനുഷ്യൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പ്രായത്തെ പുറകിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മസിലുകളെ അധ്വാനിപ്പിക്കണം. നടന്ന കാര്യമൊന്നുമില്ല. നടത്തിയിൽ ഒരു മസിലുകൾ അധ്വാനിക്കുന്നില്ല. ചെറിയൊരു എക്സസൈസ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു വ്യായാമം എന്ന് വേണമെങ്കിൽ പറയാം, അത്രേ ഉള്ളൂ. മസിലുകൾ നമ്മുടെ ശരീരം, മനുഷ്യൻ്റെ എല്ലാ ജീവികളുടെയും ശരീരത്തിൻ്റെ ജോയിൻസ് എല്ലാം ഉണ്ടാക്കിയെടുത്തിരുന്നത് മസിലുകളുടെ സ്ട്രെങ്ത്തിലാണ്. അത് എല്ലാവരും മസിലുകൾ എന്ന് പറയുമ്പോൾ നേരെ ബോഡി ബിൽഡറിൻ്റെ ഒരു വിചാരമാണ്. ബോഡി ബിൽഡിംഗ് ഞങ്ങളിതിൻ്റെ എന്താ പറയുക മോഡൽസ് എന്ന് വേണമെങ്കിൽ പറയാം, അത്രേ ഉള്ളൂ.
അതായത് അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന മോഡൽസ് മാത്രമാണ്. അതുപോലെ എല്ലാവരും ആവാനല്ല പറയുന്നത്. എല്ലാവരുടെയും എല്ലാ മസിലുകളും അധ്വാനിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പ്രകൃതി സൃഷ്ടിച്ചത്. അതിനെ അധ്വാനിപ്പിച്ചില്ലെങ്കിൽ അത് വീക്കായി പോകും. മൊത്തം മസിലുകൾ അധ്വാനിച്ചില്ലെങ്കിൽ എപ്പോൾ രോഗിയായെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. വേറൊരു കാര്യമുണ്ടോ, പീറ്റർ സാർ ഈ പറഞ്ഞ സാധനം ഒക്കെ ചെയ്ത് ഈ ഒരു ലെവലിൽ എത്തി നിൽക്കുമ്പോൾ നമ്മൾക്ക് എന്ത് തന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. അങ്ങനെ ഒരു സാധനം ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സാധനത്തിലാണ് ഞാൻ കൈയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാധനം സാറേ, ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഞാൻ പറയും, ഞാൻ എൻ്റെ ഇത്രയും കാലത്ത് എൻ്റെ ഈ ഫിറ്റ്നസ് രംഗത്തുള്ള എൻ്റെ അറിവുകൾ ക്രോഡീകരിച്ചിട്ട് ഞാൻ ഒരു മനുഷ്യർക്ക് ഒരു ഹ്യൂമൻ ബോഡിക്ക് എന്തെല്ലാം മസിലുകൾ, ഏതെല്ലാം രീതിയിലും മസിലുകൾ അധ്വാനിപ്പിക്കണം. നമ്മൾ പറമ്പിൽ പണിതാലും പാടത്ത് പണിതാലും കാട്ടിൽ പോയി ജോലി ചെയ്താലും നമ്മുടെ ശരീരത്തിന് അവിടെയൊക്കെ എല്ലാം നമ്മളൊന്ന് ആലോചിക്കണ്ട, എല്ലാം തന്നെ വർക്ക് ചെയ്തോളും. ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ജോലി ചെയ്യുമ്പോൾ എല്ലാ മസിലും വർക്ക് ചെയ്യും. അവിടെ ഒരു പ്ലാനിങ്ങും വേണ്ട, ഒരു തിയറിയും വേണ്ട, ഒന്നും വേണ്ട. പക്ഷേ നമ്മൾ അതല്ലാത്ത അവസ്ഥയിൽ നമ്മളൊരു മെഷീനിലേക്ക് എക്സസൈസ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് പ്ലാൻ ചെയ്യണം. ഇന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ മനുഷ്യന് ഇന്ന മസിലുകളൊക്കെ വർക്ക് ചെയ്യും. അങ്ങനെ ഞാനൊരു 15 വർഷം കൊണ്ട് ഡെവലപ്പ് ചെയ്തെടുത്തത് ഒരു ഹ്യൂമൻ ബോഡിക്ക് എന്തൊക്കെ മസിലുകൾക്കുള്ള വർക്കൗട്ട് വേണം എന്ന് ചിന്തിച്ച് പ്ലാൻ ചെയ്ത് എനിക്ക് പേറ്റന്റ് കിട്ടിയ മെഷീനാണത്. മാജിക് ജിം എന്നാണ് ഞാനതിന് പേരിട്ടേക്കുന്നത്. മാജിക് ജിം. ഇതിന് പേറ്റന്റ് ഉണ്ട്. അടിപൊളി. ഒരു മലയാളിക്ക് ഒരു ജിം എക്യുപ്മെന്റിനകത്ത് പേറ്റന്റ് കിട്ടും. വേറെ ആർക്കും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഞാനും കേട്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെഷീൻ. ലോകം മുഴുവൻ എല്ലാവരും ട്രെഡ്മിൽ ഡോക്ടേഴ്സ് വരെ നിങ്ങൾ നടന്നാൽ മതി, ട്രെഡ്മിൽ നടന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യണം. അത് എന്തുകൊണ്ടാണെന്നുള്ള കോമൺ സെൻസുള്ളവർക്ക് മനസ്സിലാവും. അതായത് മനുഷ്യൻ്റെ മസിലുകൾ വർക്ക് ചെയ്യരുത്. മനുഷ്യൻ്റെ മസിലുകൾ വർക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ രോഗികളായ പലർക്കും അതുകൊണ്ട് മെച്ചമുണ്ട്. അതാണ് അതിൻ്റെ പിന്നിൽ കളിക്കുന്നത്. അപ്പോൾ ജനങ്ങളത് വിശ്വസിച്ചിട്ട് നടന്നുകൊണ്ടിരിക്കണം. 24 മണിക്കൂറും എവിടെയൊക്കെ നടക്കാൻ കിട്ടുന്നോ ഇപ്പോൾ അവരുടെ പോക്കറ്റിൽ മിക്കവാറും മരുന്നുണ്ടാവും. കാരണം അതാണ് അവസ്ഥ. അതായത് മസിലുകളെ വർക്ക് ചെയ്യാത്തവർക്ക് പാദം മാത്രം ഇട്ട് ഇളക്കി നടന്നു കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള രോഗശാന്തി ഒന്നും കിട്ടില്ല. ഒരു ആരോഗ്യം തിരിച്ചു വരില്ല. ആരോഗ്യം തിരിച്ചു വരണം. നിങ്ങൾ യൗവനത്തിൽ അല്ലെങ്കിൽ യുവത്വത്തിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ മസിലുകളെയും നന്നായിട്ട് അവനവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വർക്ക് ചെയ്ത് അതിനെ ടയർഡാക്കിയിട്ട് 24 മണിക്കൂറിനുള്ളിൽ ആ മസിൽ റിക്കവർ ചെയ്യാൻ വേണ്ടി പുതിയ മസിലിൻ്റെ നാരുകൾ ഫോം ചെയ്യും. പുതിയ സെല്ലുകൾ നമ്മുടെ ശരീരത്തിൽ ഫോം ചെയ്യും. ഇത് ചെയ്യാത്തവരുടെ ശരീരത്തിൽ അങ്ങനെ ഒരു പ്രക്രിയ നടക്കുന്നില്ല. നമ്മുടെ ഹോർമോൺസ് ഒന്നും അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നില്ല. നമ്മുടെ സിസ്റ്റം അന്ന് മുതൽ പഴകിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് മുതൽ എപ്പോൾ രോഗിയായെന്ന് ആലോചിച്ചാൽ മതി. രോഗാവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രോഗിയായിട്ട് തന്നെ നമുക്ക് അവസാനിക്കാം. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ സിസ്റ്റം. അത് ഞാൻ പറയുന്നതല്ല, ഇത് പ്രകൃതിയിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. മറ്റെല്ലാ ജീവികളും ഈ പറഞ്ഞോണം കഠിനമായിട്ട് അധ്വാനിച്ച് അത് മരിക്കുന്നത് വരെ ജോലി ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത് അവനവൻ്റെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. അതില്ലാത്ത അവസ്ഥ മനുഷ്യന് മാത്രമേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് പാടത്തും പറമ്പിലും കാട്ടിലും പോയി ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനിങ്ങനെ ഒരു സിസ്റ്റം ഒന്നിൽ ജിമ്മിൽ പോകണം, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ അതിന് ഏറ്റവും എളുപ്പമായിട്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ ഇത്രയും സ്പേസിൽ ഒരു എല്ലാ 22ഓളം എക്സസൈസ് നമുക്ക് ചെയ്യാം. ഇതിനൊന്ന് കാണിച്ചു തരാമോ? ഇപ്പോൾ ഇത് ഒരു ബോഡി ബിൽഡിംഗ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റില്ല. ഒരു സാധാരണ ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആണുങ്ങൾക്ക് അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക്, പ്രായമുള്ള മനുഷ്യർക്ക്, കൊച്ചുകുട്ടികൾക്കൊക്കെ മസിലുകളെ സ്ട്രെങ്തൻ ചെയ്ത് നല്ല ഷേപ്പിലും ഭംഗിയിലും നിലനിർത്താനല്ലേ. ബോഡി ബിൽഡിംഗ് മെഷീൻ അല്ല, അത് ജിമ്മിലേക്ക് ബോഡി ബിൽഡിംഗ് ഉള്ള മെഷീൻ അല്ല. പക്ഷേ നമ്മൾക്ക് സാധാരണക്കാർക്ക് നമ്മളുടെ മസിൽസിനെ നല്ല സ്ട്രോങ് ആക്കി ആവശ്യത്തിനുള്ള ഹെൽത്തിൽ കീപ്പ് ചെയ്യാൻ പറ്റിയ മെഷീൻ. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ചെസ്റ്റിൻ്റെ ഭാഗവും ഷോൾഡറിൻ്റെ ഭാഗവും ഒക്കെ വർക്ക് ചെയ്യും. ഓക്കെ. വാവ്, അടിപൊളി. കണ്ട ആ വെയിറ്റ് അവിടെ ലിവറേൽ ആയതുകൊണ്ട് ചെറിയ വെയിറ്റ് മതി, അത്യാവശ്യം ലോഡ് കിട്ടും. അതുകൊണ്ട് നമുക്ക് ആവശ്യമനുസരിച്ച് വെയിറ്റ് കൂട്ടാം. അത് തന്നെ നമ്മൾ തിരിഞ്ഞൊന്ന് നിന്ന് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എൽബോയ്ക്ക് ചുറ്റുമുള്ള ട്രൈസെപ്സ് മസിലുകൾ എന്ന് പറയും. ഓക്കെ. ഇതെല്ലാം വർക്ക് ചെയ്യും. ഇത് ഇപ്പൊ ലേഡീസിനൊക്കെ ഈ മസിലുകൾ ഇതുപോലെ സ്ട്രെങ്തൻ ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. ലേഡീസിന് മസ്കുലർ ആവില്ല, ലേഡീസിന് ലീൻ ആയിട്ടുള്ള മസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ആണുങ്ങളെ പോലെ മസിൽ പ്രൊജക്ഷൻ ഉണ്ടാവില്ല. ആണുങ്ങൾക്കാണെങ്കിൽ കുറച്ചൊക്കെ മസിൽ പ്രൊജക്ഷൻ കഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കാം, അത്രേ ഉള്ളൂ. എല്ലാവരും ചെയ്യേണ്ട എക്സസൈസുകളൊക്കെ ഒന്ന് തന്നെയാണ്. അങ്ങനെയില്ല. സ്ത്രീകൾക്കും പാടത്തും പറമ്പിൽ ജോലി ചെയ്യുമ്പോൾ സ്ത്രീകൾക്ക് വേറെ ജോലി, പുരുഷന്മാർക്ക് വേറെ ജോലി, അങ്ങനെ ഇല്ലല്ലോ. അതുപോലെയാണ് എക്സസൈസ്. പക്ഷെ നമ്മുടെ ആള് ധരിച്ചിരിക്കുന്നത് സ്ത്രീകൾക്ക് കുറച്ച് തുള്ളിയാൽ മതി, ഡാൻസ് ചെയ്താൽ മതി, അവരുടെ മസിലുകൾ വർക്ക് ചെയ്യണ്ടെന്നുള്ള ധാരണയാണ്. സ്ത്രീകളുടെ മസിലുകൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും അവർക്ക് മസിൽ പ്രൊജക്ഷൻ ഉണ്ടാവില്ല. ആണുങ്ങളെ പോലെ നല്ല സ്ട്രെങ്ത് കിട്ടും, നല്ല ലീൻ ഷേപ്പ് വരും, അവരുടെ ഏജ് കുറയുകയും ചെയ്യും. അതാണ് ഇതിന്റെ ടെക്നിക്ക്. ജിമ്മിൽ പോകണം, സ്ത്രീകൾ ജിമ്മിൽ പോകാനുള്ള പറയുന്ന കാര്യം തന്നെ അതാണ്. ഇനിയിപ്പോൾ ഞാൻ വേറൊരു എക്സസൈസ് കാണിച്ചു തരാം. ഇതിനകത്ത് കാലിന് ചെയ്യാൻ ഇത് നമുക്ക് ആവശ്യമനുസരിച്ച് കാലിങ്ങനെ വെച്ചിട്ട് അവിടെ വെയിറ്റ് ആവശ്യത്തിന് ലോഡ് ചെയ്യാം. കാലിന്റെ മുട്ടിങ്ങനെ
ഒരു 90 ഡിഗ്രിയിൽ വളഞ്ഞാലാണ് ഈ മസിൽ വർക്ക് ചെയ്യുള്ളൂ. ഇനി ഞാൻ വരെ ഈ മെഷീൻ കൊടുക്കുമ്പോൾ ഇത് എങ്ങനെ ഉപയോഗിക്കണം? ഇതെല്ലാം ഞാൻ വീഡിയോസ് അയച്ചു കൊടുക്കാം അവർക്ക്. വീഡിയോസ് അയച്ചോടും കൊണ്ടുപോകുന്ന ആൾ അത് പഠിപ്പിച്ചു കൊടുക്കും വീട്ടിൽ പോയിട്ട്. ഓക്കെ. ഇത് ഓപ്പൺ മാർക്കറ്റിൽ അവൈലബിൾ? ഇല്ല ഓപ്പൺ മാർക്കറ്റിൽ ഞാൻ സെയിൽ ചെയ്യുന്നില്ല. ഞാൻ വഴി മാത്രം. കാരണം അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അതിൻ്റെ യൂസ് ചെയ്യുന്ന ആർക്കും മനസ്സിലാവില്ല. ഈ കാലിൻ്റെ മസിൽ വർക്ക് ചെയ്യുന്നത് സാധാരണ ആൾ പറയും നടന്ന കാലിൻ്റെ മസിൽ വർക്ക് ചെയ്യുന്നവർ ഇല്ല. ഇതുപോലെ 90 ഡിഗ്രിയിൽ വളഞ്ഞിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോഴാണ് ഈ മുട്ടിൻ്റെ ഇവിടെ നിന്നുള്ള ഈ മസിലുകളെല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. അല്ലാതെ നമ്മൾ ഇങ്ങനെ ഈ വെറുതെ ഇങ്ങനെ കിടന്ന് കാലാടിയാൽ ഈ മസിലൊന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പം ഇത് നമ്മുടെ ബോഡിയിലെ ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും വലിയ മസിലും ഇത് ഈ മസിലുകളാണ്. അപ്പോൾ ഇതിന് ഉള്ള വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കലോറി ബേൺ ചെയ്യുന്നതും ഏറ്റവും വയറ് കുറയ്ക്കാൻ നല്ലതും ഏറ്റവും ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മുടെ യുവത്വം കീപ്പ് ചെയ്യാൻ ഏറ്റവും നല്ല മസിൽ ഈ തൈ മസിലിനെ വർക്കൗട്ട് ചെയ്യുമ്പോഴാണ്. ഓ, പക്ഷെ ഇതൊന്നും ആരും പറഞ്ഞു തരാറില്ലല്ലോ. വാവ്. ഇനി അതേപോലെ തന്നെ ഇതിനകത്ത് വേറെ എന്തൊക്കെയുള്ള ഈ കസേര ഇതിന്റെ കൂടെ കിട്ടുന്നതന്നെ? കസേരയ്ക്ക് ഇതിൻ്റെ കൂടെ ഉള്ളതാ. ആണല്ലേ. ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? നമ്മുടെ ബാക്ക് മസിലുകൾക്ക് പൊതുവേ നടുവേനുള്ളവരായിരിക്കുന്ന ആളുകൾ നടുവിനെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ബലപ്പെടുത്തുന്ന ഒരു മസിൽ. ഇപ്പം ഇങ്ങനെ ഇരുന്നിട്ട് ചാരി ഇരുന്നിട്ട് ഇങ്ങനെ വലിക്കുക. ഓ, ഇപ്പം ഇതിന് വെയിറ്റ് ഇവിടെ അല്ല അവിടെയാണ് ഇടേണ്ടത് ശരിക്കും. ഓക്കെ. ഇപ്പം നല്ല ലോഡായി. ഇപ്പോൾ വലിക്കുമ്പോൾ ഫുൾ ലോഡായി കണ്ട. ഓ, ഈ വെയിറ്റ് വെയിറ്റ് വരും. അത്രയും ഉയരത്തിൽ പോകണം അത്. അപ്പോൾ ചെറിയൊരു വെയിറ്റ് ആണ് ഈ 10 കിലോ അത് ടോട്ടൽ ഉള്ളൂ. ആ 10 കിലോ കൊണ്ട് ശരിക്കും നല്ല ജിമ്മിലൊക്കെയാണ് ഒരു 50 കിലോ വലിക്കുന്നത്. അത്രയും നല്ല സ്ട്രെയിൻ ഉണ്ട്. ഇതിപ്പോൾ വെയിറ്റ് വേണ്ടാത്തവർക്ക് വെയിറ്റിലാണ്ട് ചെയ്യാം. ലേഡീസിനൊക്കെ തുടക്കത്തിൽ വെയിറ്റ് വേണ്ടി വരില്ല. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അവരുടെ മസിലുകളൊക്കെ സ്ട്രെങ്ത് ആകുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വെയിറ്റ് ഇട്ട് ചെയ്യാൻ പറ്റും. എത്ര വീക്കായിട്ടുള്ള എത്ര ഏജ് ആയിട്ടുള്ള ആളുകൾക്കായാലും മസിൽ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യും. ഒരു സംശയമില്ലാത്ത കാര്യം. അത് കൈയുടെ ബൈസെപ്സ് മസിലാണ് ഈ മസിലാണ്. അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇത് എഴുന്നേറ്റ് നിന്നും വേണം ചെയ്യാം. എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ ചെയ്യാം. ഞാൻ ആദ്യം വിചാരിച്ച് കൈക്ക് എങ്ങനെ കിട്ടുമെന്നാണ് ഞാൻ ആദ്യം ആലോചിച്ചത്. കൈയുടെ എല്ലാ മസിലും കിട്ടും. കണ്ടോ, അടിപൊളി. ഇപ്പോൾ ഷോൾഡറിന് ചെയ്യാം. ഈ ട്രപ്പീസിയസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴുത്തിൻ്റെ മസിൽ. ഇത് ജിമ്മിൽ നമ്മൾ വെയിറ്റ് എടുത്ത് ചെയ്യുന്ന ഒരു എക്സസൈസാണ്. അത് ഇങ്ങനെ ചെയ്യാം. വേറെ ഇതുണ്ടെങ്കിൽ നമ്മൾ ഡമ്പൽ പോലും പിന്നെ വീട്ടിൽ ആവശ്യമില്ല. ഒരിക്കലും മെയിൻ്റനൻസ് ആവശ്യമില്ലാത്ത ഒരു സാധനമാണ്. ഇനി നമ്മൾ ഡമ്പൽ ചെയ്യുന്നവർ സിംഗിൾ ഹാൻഡിൽ ചെയ്യാം. ഓ, ഡമ്പൽ ചെയ്യുന്നവർക്ക് അതും ചെയ്യാൻ പറ്റും. ഈ സാധനങ്ങളെല്ലാം ഇതിൻ്റെ കൂടെ ഉള്ളതാണോ? ഇതെല്ലാം ഇതിൻ്റെ കൂടെ ഉള്ളതാണ്. അപ്പോൾ തിരിച്ച് നമ്മുടെ കൈനാട് മസിലുകളെ തിരിച്ചു വലിക്കുന്നുണ്ട്. നോക്കി, ഞാൻ ആദ്യം വിചാരിച്ചു ഇതെങ്ങനെ ഇതിനകത്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഈസിയായിട്ട് ചെയ്യാം. അതെ. വാവ്. ഇതെന്താ സംഭവം? അത് നമുക്ക് അബ്ഡോമൻ എക്സസൈസ് ചെയ്യാനുള്ള. അതായത് ആളുകൾക്ക് കൂടുതലും വയറ് കുറയ്ക്കാതെന്ന് ഞാൻ പറയില്ല, വയറിന്റെ സ്ട്രെങ്ത് ചെയ്യുന്ന എക്സസൈസ് അബ്ഡോമൻ എക്സസൈസ്. സാധാരണ ഫ്ലോറിൽ കിടന്ന് കഴിയുമ്പോൾ നടുവേനൊക്കെ ഉണ്ടാവും. ഇതാവുമ്പോൾ നടുവിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് കൂടാതെ നടുവിനെ സ്ട്രെങ്തൻ ചെയ്യുകയാണ് ചെയ്യും. ഇത് ചെയ്യുമ്പോൾ അതൊന്ന് കാണിക്കാമോ? ഇങ്ങനെ ഇവിടെ ചാരിയും കാല് മുന്നോട്ട് വയ്ക്കും. എന്നിട്ട് കൈ ഇവിടെ ലോക്ക് ചെയ്തിട്ട് ഇപ്പം നമ്മൾ വലിക്കുന്നത് അബ്ഡോമൻ മസിൽ കൊണ്ടാണ്. വയറിന് കിട്ടുന്ന മസിൽ അല്ലേ? തിരിച്ചു പോകുമ്പോൾ നടുവിനും പതുക്കെ പിടിച്ചു വിട്ട് കഴിഞ്ഞാൽ നടുവിനും സ്ട്രെങ്ത് കിട്ടും. നടുവിന് നട്ടിലിൻ്റെ മസിലുകളും സ്ട്രോങ് ആവും. നടുവേനുള്ളവർക്ക് ഇത് ചെയ്താൽ നടുവേനെ കുറയാൻ നല്ലതാണ്. അടിപൊളി. ഇതിപ്പോൾ ചെസ്റ്റിൻ്റെ വർക്കൗട്ടാണ്. നമ്മൾ ചെസ്റ്റ് പ്രസ് എന്ന് പറയും. നമ്മൾ ഈ ബെഞ്ച് പ്രസ് ചെയ്യുന്നതിന് പകരം ഒരു ഏജ് ആയിട്ടുള്ളവർക്ക്, ഇപ്പോൾ ഒരു പ്രായമുള്ളവർക്കും ലേഡീസിനൊക്കെ ഒരുപാട് ലോഡ് എടുത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് മിനിമം ഒരു സ്ട്രെങ്ത്, അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ചെയ്യാൻ പറ്റിയ എക്സസൈസാണ്. ഇപ്പോൾ ഇങ്ങനെ പിടിക്കുക, നേരെ നിൽക്കുക, മുന്നോട്ട് തള്ളുക. അത് നിൽക്കേണ്ട പൊസിഷൻ ഒന്ന് പഠിക്കണം മാത്രം. ഇപ്പോൾ മുന്നോട്ട് ചാരി താഴെ നിന്നിട്ട് ചെരിഞ്ഞ് നിന്നിട്ട് മുന്നോട്ട് തള്ളുക. അപ്പോൾ ചെസ്റ്റിൻ്റെ മസിൽ വർക്ക് ചെയ്യും. അടിപൊളി. അത് തന്നെ ഇപ്പോൾ നമുക്ക് ബാക്ക് മസിലുകൾക്ക് നമ്മുടെ നട്ടിലിൻ്റെ ഇവിടെ നിന്ന് മുതലുള്ള എല്ലാ മസിലുകളും വർക്ക് ചെയ്യാവുന്ന ഒരു എക്സസൈസാണ് ഇത്. അപ്പോൾ വേണമെങ്കിൽ ലോഡ് അവിടെ ഇടാം. 2 വെയിറ്റ് വേണമെങ്കിൽ അവിടെ ഇട്ടോ. മൊത്തം ഒന്ന് ബാക്കിലേക്ക് ഒന്ന് വളഞ്ഞു കൂടി കൊടുത്താൽ നടുവിൻ്റെ ലോവർ ബാക്ക് മസിലുകൾ വർക്ക് ചെയ്യും. ഫുള്ള് വർക്ക് ചെയ്യും. അതെ, അത് നടുവേനുള്ളവർക്ക് ഒരുപാട് ഗുണം ചെയ്യും. സത്യം പറഞ്ഞാൽ ഈ വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോയുടെ കണ്ട് അങ്ങനെ വേണം വർക്ക് ചെയ്യാൻ. മേടിച്ചോണ്ട് അതുകൊണ്ടാണ് ഇത് പുറത്ത് വിൽക്കാത്തതും. അതെ, അതുപോലെ തന്നെ പല ആംഗിളിൽ
ഇത് ഞാൻ വേറെ ആർക്കും ഫ്രാഞ്ചൈസി ഒന്നും കൊടുക്കുന്നില്ല. കാരണം ഞാൻ വഴി തന്നെ കൊടുത്താലാണ് ആൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അല്ല വെറുതെ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ ആ മെഷീൻ്റെ വില കളിപ്പിക്കില്ല ഞാൻ. അതുകൊണ്ട് ഞാൻ ആർക്കും ഫ്രാഞ്ചൈസി കൊടുക്കില്ല. ലിമിറ്റഡ് സെയിൽ എനിക്ക് ആവശ്യമുള്ളൂ. ഒരുപാട് നമ്പർ സാധനമൊന്നും വിൽക്കത്തില്ല കേട്ടോ, വളരെ കുറച്ച് സാധനം. ഇതിപ്പോൾ ആമസോണിലോ വാങ്ങുന്നവർക്ക് ഹെൽത്ത് കിട്ടണം, അതാണ് എനിക്ക് ഉദ്ദേശം. ഇത് നിങ്ങൾക്ക് ആമസോണിലോ വെബ്സൈറ്റിലോ ഒന്നും കയറിയാൽ ഈ പ്രോഡക്റ്റ് കിട്ടത്തില്ല. ഈ പ്രോഡക്റ്റ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് സാറിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു. പേറ്റന്റ് ഉള്ളതുകൊണ്ട് വേറെ ആർക്കും ചെയ്യാനും പറ്റില്ല. പ്രായമുള്ള ആളുകൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇതുമ്പോൾ നമുക്ക് ക്രോസ് വാക്കിംഗ് എന്ന് പറഞ്ഞാൽ നടക്കുന്നതിന് പകരം അത് നടക്കുമ്പോൾ നമ്മുടെ കാലിൻ്റെ പാത വർക്ക് ചെയ്യണേ. ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും കാലിൻ്റെ പാദത്തിന് ഇനി അഡീഷണൽ എക്സസൈസിൻ്റെ ആവശ്യമില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ എവിടെ ഏത് കമ്പ്യൂട്ടറിൽ ഇരുന്ന് ജോലി ചെയ്യണമെങ്കിലും കാലിൻ്റെ പാദം വർക്ക് ചെയ്യും. അതിന് ഓവർ സ്ട്രെയിനാണ് വരുന്നത്. അപ്പോൾ അതിന് റെസ്റ്റ് കൊടുക്കാൻ വേണ്ടത്. അതിന് റെസ്റ്റ് കൊടുത്തിട്ട് ബാക്കിയുള്ള മസിലുകളെ ഇൻവോൾവ് ചെയ്യിച്ചിട്ട് കാർഡിയോ എക്സസൈസ് പോലെ ഒരു ക്രോസ് വാക്കിംഗ് എന്ന് പറയുന്നത്, അതാണ് നിങ്ങൾ ചെയ്യാൻ. ക്രോസ് വാക്കിംഗ് എന്ന് പറയുന്നത് ഇതിന് വെയിറ്റ് ഒന്നും വേണമെന്നില്ല. അടിപൊളി A to Z സാധനം ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം. ഇത് ലേഡീസിന് വളരെ കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാം. ഇത് മാത്രമല്ല എല്ലാ എക്സസൈസും ലേഡീസ് ചെയ്യാം. അതാണ് സ്ത്രീകൾക്കാണല്ലോ ഇതിന്റെ മൂവ്മെന്റ് ആണ്. അതായത് ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു ക്രോസ് എലിപ്റ്റിക്കൽ ബൈക്ക് എന്നൊക്കെ പറയും, അതൊക്കെ ചെറിയ മൂവ്മെന്റേ കിട്ടുള്ളൂ. തോളൊന്നും ഫുള്ളായിട്ട് പോവില്ല. പക്ഷേ ഇതിനകത്ത് കണ്ടോ നമുക്ക് ഫുള്ളായിട്ട് ബോഡി സ്ട്രെച്ച് ആവും. എല്ലാ ഭാഗങ്ങളും മൂവ് ചെയ്യും, എല്ലാ ഭാഗങ്ങളും സ്ട്രെച്ച് ആവുകയും ചെയ്യും. ഇപ്പോൾ മസിലുകളെല്ലാം ചെയ്ത് ടയർഡായിട്ടിരിക്കുമ്പോൾ ഇത് കയറി ചെയ്ത് കഴിഞ്ഞാൽ മസിലെല്ലാം ഫ്രീ ആയി. പിന്നെ സത്യം പറഞ്ഞാൽ വീട്ടിലേക്ക് വേണ്ട ഒരു മിനി ജിമ്മ് തന്നെ. ഇതാണ് മിനി ജിം തന്നെയാണ്, മാജിക് ജിം എന്ന പേര്. സത്യം പറഞ്ഞാൽ മാജിക് എക്യുപ്മെന്റ് തന്നെ കേട്ടോ. കംപ്ലൈന്റ് ആവുമ്പോൾ അതിന് യാതൊരു അങ്ങനത്തെ സിസ്റ്റം ഒന്നുമില്ല. എയർ ബെൽറ്റോ അങ്ങനത്തെ ചെയിനിൽ കറങ്ങുന്ന സിസ്റ്റമോ അല്ലെങ്കിൽ പൽച്ചക്കറോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് സിസ്റ്റമോ ഒന്നുമില്ല. ഇത് എത്ര കാലം കഴിഞ്ഞാൽ ഇതുമായി ഒന്നും കംപ്ലൈന്റ് ആകുമ്പോൾ അത് ലൈഫ് ലോങ് നിങ്ങൾക്ക് വാറണ്ടി പണി തരാം. എത്ര കാലം പണിയും, ഒരു ആയുഷ്കാലം മുഴുവൻ വാറണ്ടി തരാം, കുഴപ്പമില്ല. ലേഡീസിന് വളരെ കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു എക്സസൈസ് ആണ്. എനിക്ക് തോന്നുന്ന ഒരു വീടിന്റെ ബാൽക്കണി സ്പേസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ പലരും ഇടുന്നത് ടെറസിൽ കവർ ചെയ്ത് ടെറസിലിടുന്നത്, സ്പേസ് ഇല്ലെങ്കിൽ ഇല്ലാത്തവര്, അല്ലെങ്കിൽ ഒരു ബെഡ്റൂമിന്റെ ഒരു സൈഡിലിടാം. ഒരു ബെഡ്റൂമിന്റെ ഒരു സൈഡ് ഒരു 3 അടി വീതി മതിയാണ്. ഇപ്പൊ ഈ വീട്ടിലിരുന്ന് ഇരിക്കുന്ന ലേഡീസിനൊന്നും ഈ ബാക്ക് മസിലുകളൊന്നും വർക്ക് ചെയ്യണ്ടാവില്ല, കൈക്കൊന്നും ഒരു ബലം ഉണ്ടാവില്ല, പുറമൊക്കെ ഭയങ്കര വീക്കായിരിക്കും. അങ്ങനെയാണ് ഈ കഴുത്തുവേനും നടുവേനൊക്കെ വരുന്നത്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ കഴുത്തിൻ്റെ മസിലുകളും ബാക്കിൻ്റെ മസിലുകളും ഒക്കെ സ്ട്രോങ് ആവും. ദിവസം ഒരു കുറച്ച് ചെയ്ത് കൂട്ടി കഴിഞ്ഞാൽ നല്ല ഒരു മാസം കൊണ്ട് ഏത് ജോയിൻറ്റ് പെയിനും ഇത് മാറിപ്പോവും ഉറപ്പായിട്ടും. വീട്ടമ്മമാർക്കാണ് യഥാർത്ഥത്തിൽ ഞാൻ നോക്കിയിട്ട് ഇത് കൊണ്ട് വീട്ടമ്മമാർക്കും പുറത്ത് പോയി ജിമ്മിലൊക്കെ പോകാൻ പറ്റാത്ത ആളുകൾക്കും ഏത് പ്രായത്തിലൊരു 80-90 വയസ്സുള്ള ആൾക്കും ചെയ്യാം. അവർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ അപ്പോഴത്തെ ആ ശാരീരിക അവസ്ഥയിൽ നിന്ന് ഒരുപാട് മാറ്റം വരും. എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്ന ഏതൊരു വ്യക്തിയും ഇതും എക്സസൈസ് ചെയ്യാം. ശരിക്കും ഈ BP, കൊളസ്ട്രോൾ ഇതൊക്കെ വരുന്നില്ലേ, മസിലുകൾ അധ്വാനിപ്പിക്കാത്തതുകൊണ്ടാണ്. മസിലുകളുടെ നാട്ടിൽ ഒരു മണിക്കൂർ വർക്കൗട്ട് ചെയ്യാൻ ഒരു BP ഉണ്ടാവില്ല, കൊളസ്ട്രോൾ ഉണ്ടാവില്ല, ഷുഗർ ഉണ്ടാവില്ല. ഡയബറ്റീസിനുള്ള ഏറ്റവും വലിയ മെഡിസിൻ എന്ന് പറയുന്നത് മസിലുകളെ വർക്കൗട്ട് ചെയ്യാം. ഞാൻ എവിടെ കേട്ടിട്ടുണ്ട് മസിൽ ഈസ് ദ മെഡിസിൻ എന്നാണ് പറയുന്നത് വിദേശത്തുള്ള ഡോക്ടർമാർ. അത് മസിലുകളെ സ്ട്രെങ്ത് ചെയ്ത് പുതിയ മസിൽ ഫൈബർ ഉണ്ടാകുമ്പോൾ നമ്മുടെ പാൻക്രിയാസിന് സപ്പോർട്ടായി ഷുഗർ നോർമലി കുറഞ്ഞു വരും. കാരണം മസിൽ വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് ഡയബറ്റീസ് ആവുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള ഷുഗറിനെ കൺസ്യൂം ചെയ്യാൻ മസിൽ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അത് കിടന്നാണ് ഈ പാൻക്രിയാസ് കേടാവുന്നത്. മസിലുകൾ വർക്ക് ചെയ്യുമ്പോൾ പാൻക്രിയാസ് പതുക്കെ ജീവൻ വെച്ച് വരും. ഈ മസിലുകൾ അതിന് സപ്പോർട്ട് ചെയ്യും, ഗ്ലൂക്കോസിന് എടുത്തോളും. പിന്നെ ഡയബറ്റീസിന് മരുന്നിൻ്റെ ആവശ്യമില്ല. അടുത്ത ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ സാറേ, ഈ ഒരു പ്രോഡക്റ്റിന് എന്ത് വില വരും എന്നുള്ളൊരു കാര്യം. ഈ വിലയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട്. അതായത് നമ്മളാരും ഈ ഒരു ഹെൽത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് ഹെൽത്താണ്. ഹെൽത്ത് ഇല്ലെങ്കിൽ എത്ര കോടികൾ ഉണ്ടാക്കിയാലും അതുകൊണ്ട് യാതൊരു പരിപാടി. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാർ പറഞ്ഞിരിക്കുന്നത് മരിക്കാൻ കിടക്കുമ്പോൾ 50-60 വയസ്സിലൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു, ഒരുപാട് കോടികൾ ഉണ്ടാക്കി, പക്ഷേ എൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഞാനൊന്നും ഇൻവെസ്റ്റ് ചെയ്തില്ല, അതാണ് ഞാൻ ഇന്നീ അവസ്ഥയിൽ എത്തിപ്പോയെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ആളുകൾക്ക് ഇതിനു വേണ്ടി ഒരു കൂടി 5,000-10,000 രൂപ മുടക്കാന്നുള്ള ഒന്ന് കറങ്ങുന്ന സാധനം ഒന്നും മേടിച്ച് വെച്ചിട്ട് ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരുന്നാൽ മതി എന്നുള്ള ചിന്തയുണ്ട്. അതല്ല, നമ്മളൊരു വീട് പണിയാണെങ്കിൽ അതിനൊരു മടക്ക് ഉണ്ടാക്കാൻ വേണ്ടി ലക്ഷങ്ങൾ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഡെക്കറേഷൻ ഉണ്ടാക്കാൻ വേണ്ടി അതൊന്നും നമുക്ക് പ്രയോജനമില്ല. പക്ഷേ ഇത് നിങ്ങൾ വാങ്ങിച്ചിട്ടാൽ ഇതിൻ്റെ വില വരുന്നത് 56,000 രൂപയാണ്. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. 56. ശരിക്കും പറഞ്ഞാൽ ഇത് ഏറ്റവും മിനിമം കോസ്റ്റ്ലി ഞാൻ ചെയ്യുന്നത്. കാരണം ഒരുപാട് വർക്ക് വരുന്ന ഒരു ഫാബ്രിക്കേഷൻ വർക്ക് ഒത്തിരി വരുന്ന. അല്ല, ഈ 56,000 രൂപ എനിക്ക് വലിയ കൂടുതലായി തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നോർമൽ ഒരു ജിം എക്യുപ്മെന്റ് മേടിക്കണമെങ്കിൽ ഒരു ട്രെഡ്മില്ല് ആവറേജ് ഒരു ട്രെഡ്മില്ല് വാങ്ങണമെങ്കിൽ കൊടുക്കണം 50,000 മേലെ നല്ലൊരു സാധനം നല്ലതാണെങ്കിൽ 1,00,000 രൂപ കൊടുക്കണം. ഇനി അത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അതിന്റെ മോട്ടോർ കംപ്ലൈന്റ്, വയർ കംപ്ലൈന്റ് എന്ന് വേണ്ട ഒരുക്കത്തെ കംപ്ലൈൻസ് ആയിരിക്കും. മോട്ടോർ കംപ്ലൈന്റ് ആയി പിന്നെ അത് ഒരിക്കലും നന്നാക്കാനും പറ്റില്ല. പിന്നെ ഇതുമ്പോൾ നമുക്ക് ഓരോന്നും ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് ഓരോന്നും ചെയ്ത് അതിനെ സ്ട്രെങ്ത് ചെയ്ത് അടുത്ത് ചെയ്തു അത് ചെയ്തു 1 മണിക്കൂർ പോകണത് അറിയില്ല. അതാണ് ഇതിന്റെ ബെനിഫിറ്റ്. അപ്പോൾ എല്ലാ എക്സസൈസും ചെയ്യുമ്പോൾ നമുക്ക് ബോഡി മൊത്തം വർക്കൗട്ട് കിട്ടുകയും ചെയ്തു. ആ മസിലുകളെ വർക്ക് ചെയ്യാതെ നിങ്ങൾ മരുന്ന് കഴിച്ചുകൊണ്ട് ഒന്നും നടക്കാൻ പോകില്ല. അത് ആ രോഗാവസ്ഥ നിലനിർത്തി നിങ്ങൾ അങ്ങനെ തന്നെ കീപ്പോട്ട് പോകാനേ പറ്റുള്ളൂ. ഇപ്പോൾ പണിയെടുത്തേ പറ്റുള്ളൂ. നിങ്ങളുടെ ഈ ക്യാമറ കൊണ്ടൊന്നും നടന്നാലൊന്നും ആരോഗ്യം ഉണ്ടാവില്ല. നിങ്ങൾ നടക്കുന്നതൊക്കെ ഒരു അലച്ചിലുള്ളൂ. അതെ, വെറും അലച്ചിലാണ്. എല്ലാവരും പറയും ഞാൻ ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട്. ആ ജോലി കൊണ്ട് പ്രത്യേകിച്ച് ശരീരത്തിലൊന്നും കിട്ടത്തില്ല. ടെൻഷൻ കൂടുള്ളൂ. മസിലുകളെ അധ്വാനിപ്പിക്കുമ്പോൾ സംഭവിക്കേണ്ടത് അതൊരു മെഡിറ്റേഷൻ കൂടിയാണ്. നമ്മൾ ആ സമയത്ത് മിക്കവാറും ചിന്തകൾ വരില്ല. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഉണ്ടാകുന്ന ടോക്സിൻസ് ഉണ്ട്. ഈ ടെൻഷനും ഓരോ വ്യാധിയും ഒക്കെ വന്ന് ആ ടോക്സിൻസ് ക്ലീൻ ആവണമെങ്കിലും മസിലുകളെ അധ്വാനിപ്പിക്കണം. എല്ലാത്തിൻ്റെയും നമ്മുടെ ആരോഗ്യത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് മസിലുകളാണ്. മസിലുകളെ അധ്വാനിപ്പിച്ച് ടയർഡാക്കി അതിന് ഭക്ഷണം കൊടുക്കുക, റെസ്റ്റ് കൊടുക്കുക. ഇതാണ് മനുഷ്യൻ്റെ ഒരു ഹ്യൂമൻ ബോഡിയുടെ ആരോഗ്യത്തിൻ്റെ ബേസ്. ഒരു കൂട്ടം ട്രോഫികളാണ് ഇവിടെ ഇരിക്കുന്നത്. സാർ ഇത് എന്തിൻ്റെയൊക്കെയാണ്? ഇത് കുറേ ഉണ്ടല്ലോ. ഇത് എന്തിൻ്റെയൊക്കെ ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ എനിക്കൊന്നും ഓർമ്മയില്ല. മെയിനായിട്ടുള്ള ഞാൻ പറയാം, ഇത് ഞാൻ 2023 ഏഷ്യ കാഠ്മണ്ഡുവിൽ നടന്ന മിസ്റ്റർ ഏഷ്യ ഗോൾഡ് മെഡൽ വന്നത്. ഇത് അതിനുശേഷം ആ വർഷം 2023 മിസ്റ്റർ വേൾഡ് മാസ്റ്റേഴ്സിൽ ഗോൾഡ് മെഡൽ സൗത്ത് കൊറിയയിൽ വെച്ചിട്ട് അതാണിത്. പിന്നെ ഇതിന്റെ മൊമെന്റോ ആണ്. അതിന്റെ മെഡലൊക്കെ എൻ്റെ വീട്ടിലാണ്. വേൾഡ് വെയിറ്റ് ലിഫ്റ്റിംഗ് അമേരിക്കയിൽ വെച്ച് വേൾഡ് ഗോൾഡ് മെഡൽ വന്നത്. അതാണ് വെയിറ്റ് ലിഫ്റ്റിംഗിന്റെ ആ പതാകയും ആ സാധനങ്ങളെല്ലാം ഉള്ളത്. പിന്നെ അതൊക്കെ പല മിസ്റ്റർ ഇന്ത്യ എത്രയോ 4-5 തവണ മിസ്റ്റർ ഇന്ത്യയൊക്കെ ഫസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഇത് എൻ്റെ വീട്ടിലിരിപ്പുണ്ട്. ഏകദേശം ഇത്രയും തന്നെ സാധനങ്ങൾ വീട്ടിലിരിപ്പുണ്ട്. സാറേ, ഇനി അടുത്തറിയേണ്ടത് സാറിനെ വിളിച്ചാൽ കിട്ടുന്ന നമ്പറാണ്. നമ്മുടെ മാജിക് ജിം വാങ്ങിക്കേണ്ട ആളുകൾക്ക് ആ ഒരു എക്യുപ്മെന്റ് വാങ്ങിക്കാനായിട്ട് സാറിനെ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, ഞാൻ നമ്പർ തരാം. അപ്പോൾ ഞാൻ എന്തായാലും സാറിന് എന്നെ ഡയറക്റ്റ് ആയിട്ട് ആരും എപ്പോഴും വിളിക്കാതിരുന്നത് നന്നായിരിക്കും. ഞാൻ അതിനകത്ത് എൻ്റെ വാട്സപ്പ് നമ്പർ തരാം, പിന്നെ എൻ്റെ വേറെ ഓഫീസ് നമ്പർ തരാം. കാരണം ഡയറക്റ്റ് ആയിട്ട് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അത്രയേറെ കോളുകളുണ്ട്. വേറെ പല കാര്യങ്ങളുമായിട്ട് എന്നെ ആളുകൾ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഡയറക്റ്റായിട്ട് വിളിക്കാതിരിക്കണമെന്നാണ് എൻ്റെ പരമാവധി അത്യാവശ്യം. വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിന് റിപ്ലൈ സാർ തരും. കേരളത്തിനുള്ളിലാണെങ്കിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ ആളുണ്ട്. നമ്മൾ അതിൻ്റെ വണ്ടിക്കാശ് കൊടുത്താൽ മതി. മിനിമം വണ്ടിക്കാശ് കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് അവരെല്ലാം പഠിപ്പിച്ചു തന്നിട്ട് വരും. ഓ, അങ്ങനെ അതിനാളുണ്ട്. ആളുണ്ട്. അതെന്തായാലും കൊള്ളാം. അപ്പം ഇനി ഇത് കൂടാതെ സാറിന് ഫേസ്ബുക്ക് പേജ് ഉണ്ട് കേട്ടോ. ഇനി നിങ്ങളിത് ചെയ്യുന്ന ആൾക്കാരാണ്. ഡോക്ടർ പീറ്റർ ജോസഫ് എന്നാണ് എൻ്റെ ഫേസ്ബുക്ക് പേജ്. അതിൻ്റെ ലിങ്ക് കൂടെ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് സാറിനെ ഡയറക്റ്റ് ഫോളോ ചെയ്യാം. ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ടിപ്സ് എന്തായാലും അവിടെ നിന്ന് കിട്ടും. ഞാൻ ഇന്നേ വരെ ഈ 65 വയസ്സ് കൊണ്ട് പഠിച്ചെടുത്ത എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. പുതിയ കാര്യങ്ങൾ എനിക്ക് എൻ്റെ പുതിയ അറിവ് വരുന്നതൊക്കെ ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് പബ്ലിക്കിന് എന്തൊക്കെ കാര്യങ്ങൾ ഫിറ്റ്നസിനെ കുറിച്ചും ഭക്ഷണത്തെ കുറിച്ച് അറിയുന്നോ അത് ഏകദേശം എനിക്ക് തോന്നുന്നത് മിക്കവാറും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എൻ്റെ അറിവിൽ വരുന്ന ഡയറ്റ് പറഞ്ഞു കൊടുക്കുന്നു. തീർച്ചയായിട്ടും നല്ല ഡയറ്റ് പ്ലാനൊക്കെ ഞാൻ കൊടുക്കും.